ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദും അതുപോലെ തന്നെ വിക്രവും രാഹുലും കൂടി സംസാരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. രാഹുൽ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നോട് അപ്പോഴേ പറയണം, നിന്റെ തമിഴ്നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങളെന്ന്. നീ അവിടുത്തെ പോലെ ആയിരിക്കും ഇവിടെയെന്ന് അത് അങ്ങനെ പ്രതീക്ഷിച്ചു പോയി. അതാണ് നിനക്ക് പറ്റിയ തെറ്റ്. നീ വിചാരിക്കുന്ന പോലെയല്ല കിരണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ അങ്കിളെ ഏത് നേരവും ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഞാനും വിക്രവും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ ചെറുതാകുന്ന രീതിയിൽ സംസാരിക്കാറില്ല. അങ്കിൾ വന്നിട്ട് അങ്ങനെ ചെയ്യല്ലേ. എടാ ഞാൻ പറഞ്ഞത് കാര്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ല ഇപ്പോഴും. നോക്ക്, ബുദ്ധി കൊണ്ട് മാത്രം, ശക്തി കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ട് നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ് അവർ. ഓ, ഈ അങ്കിൾ തുടങ്ങി നോക്ക്. എന്തായാലും അവരെക്കുറിച്ച് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പുറത്ത് ആരാണോ ഇറങ്ങണത് അവരുടെ കാലനാവണം, അവരില്ലാതാക്കണമെന്ന് പറയാണ്. ശേഷം രാഹുൽ പറഞ്ഞു, എടാ വിക്രമേ, നീയായിരിക്കും ഇവിടെ നിന്ന് ആദ്യം പരോളിന് പുറത്തിറങ്ങാൻ പോണത്. അതുകൊണ്ട് പരോളിന് ഇറങ്ങുമ്പോൾ തന്നെ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ പ്രകാശനെ അടുപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാണ്. അങ്കിളെ, അത് അങ്കിളുടെ തോന്നലാണ്. എന്നെ കാണുമ്പോൾ അച്ഛൻ പഴയ പോലെ ആവും. മാറിയെന്ന് പറഞ്ഞാൽ പോലും എന്നെ കാണുമ്പോൾ അച്ഛനകത്ത് പഴയ പോലെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അച്ഛൻ എന്നാ. എന്തായാലും അങ്കിൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അച്ഛനെ ജീവൻ ഞാനാണ് എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എടാ നീ അങ്കിൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തള്ളിക്കളയണ്ട. അതുകൊണ്ട് അങ്കിൾ പറഞ്ഞത് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, നിന്റെ അച്ഛനെ പൂർണ്ണമായിട്ട് നീ വിശ്വസിക്കേണ്ട. അത് ശരിയാ. എന്തായാലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറയാണ്. എന്തായാലും നമ്മൾ ആര് പുറത്തിറങ്ങിയാലും കിരണിനെയും കല്യാണിനെയും ആ കാർത്തിക എന്ന് പറഞ്ഞവളെ ഇല്ലാതാക്കിയിരിക്കണം എന്ന് ഗംഗപ്രസാദ് പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളത് ചെയ്തിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവൻ തൊലച്ചത് അവരാണ്. അവരെന്തായാലും ഇല്ലാതാക്കിയിരിക്കണം എന്ന് പറയാണ്. ശരിയാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരാൾ വരുവാനായിട്ട് പറയുന്നുണ്ട്, അതെ രാഹുലേ, തനിക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലാടോ, ഇവിടെ വെറുതെ ഇരിക്കാതെ ആ പുല്ലൊക്കെ എടുത്ത് കിളുക്കാൻ നോക്കടോ എന്ന് പറയാണ്. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ശേഷം വിക്രത്തിനോടും ഗംഗപ്രസാദിനോടും പറയുന്നുണ്ട്, നിങ്ങളും എന്തിനൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് പറയുമ്പോൾ, അയ്യോ ഞങ്ങൾ ഇത്ര നേരം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ, ഞങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാണ്. റെസ്റ്റിംഗ് ഒക്കെ കൊള്ളാം, നിങ്ങളുടെ ദുരുദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 2-3 പേരും കുറേ നേരമല്ലേ മാറി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണത്, എന്താണ് സംസാരിച്ചത്? ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും പണിയെടുക്കണ എന്ന് പറയാണ് വിക്രത്തിൻ്റെ അടുത്ത്. അങ്ങനെ വിക്രം അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ആ പോലീസുകാരൻ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, ഗംഗപ്രസാദേ, നീ ഇവിടുത്തെ മതിലിൻ്റെ അടുത്തേക്ക് നിൽക്കണതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മതിൽ ചാടാൻ എന്തിനാണോ നിൻ്റെ ഉദ്ദേശം? എന്നെ കുഴപ്പിക്കല്ലേ. നീ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മതിൽ ചാടിയതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ സാറേ, ഇവിടുത്തെ ഇത്രയും പൊക്കുള്ള മതിൽ ഞാൻ ചാടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇതിനേക്കാളും പൊക്കുമായിരുന്നല്ലോ തമിഴ്നാട്ടിലെ മതിൽ, എന്നിട്ട് നീ അത് ചാടിക്കടന്നില്ലേ എന്ന് പറയാണ്. അതുകൊണ്ട് സൂപ്രണ്ട് വരാൻ സമയമായി, നീ എന്തിനും ചിരകിയോ പിടിക്കോ മാന്തയൊക്കെ ചെയ്തുകൊണ്ടിരിക്കേ. എന്ത് സൂപ്രണ്ടിനെയോ? എല്ലടാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സൂപ്രണ്ട് സാറിന് എന്നെ കാണുമ്പോൾ കുറച്ച് ചൊറിച്ചിലുണ്ട് എന്ന് ഗംഗപ്രസാദ് പറയാണ്. അപ്പോൾ അവിടുത്തെ ആൾ പറയുന്നുണ്ട്, അതെ നിന്നെ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവാൻ കാരണേ നിന്നെ ഇവിടെ ജയിലിലിട്ടവരെ അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് നിന്നെ ശ്രദ്ധിക്കണമെന്ന്. സൂപ്രണ്ടിന് മാത്രമല്ല ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് നിന്നെ ശരിക്കും ശ്രദ്ധിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കാലേടാ, മര്യാദക്ക് പണിയെടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മേൽനോട്ട് നടക്കുന്ന കോൺസ്റ്റബിൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ഗംഗപ്രസാദ് പുച്ഛത്തോടു കൂടി തന്നെ അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹറാണെങ്കിൽ ഒരു ഹോട്ടലിൽ എത്തുമ്പോഴേക്കും ഈ ഹോട്ടലിൽ നിർത്തിയാൽ മതി മോളു എന്ന് പറയാണ്. ശേഷം സരിയോട് ചോദിക്കേണ്ടത്, അതെ വെറുതെ ഒന്ന് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് സരിയോട് ചോദിക്കണം, മോളും ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സരിയോ അവിടെ ചാടി ഇറങ്ങും കേട്ടോ. ഈശ്വര, ഇവൾ ഇറങ്ങിയല്ലോ, ഇനി എങ്ങനെ ഒഴിവാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിക്കുകയാണ് മനോഹർ. അപ്പോൾ സരിയോ ചോദിക്കണമല്ല, മനുവേട്ടന് മീറ്റിംഗ് ഇല്ലേ? ഉണ്ട്. ഞാൻ നിന്നാൽ ബുദ്ധിമുട്ടാവില്ലേ? എത്ര നേരം മീറ്റിംഗ് ഉണ്ട്? ഒരു 3-4 മണിക്കൂർ കാണും. ഓ, അപ്പം അത്ര നേരം ഞാൻ ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല മനുവേട്ടാ, ഞാൻ എന്നാൽ പോയിക്കോട്ടെ, എനിക്ക് ബോറടിക്കില്ലേ? അതിൽ ഞാൻ മോളോട് പറഞ്ഞത്, മോള് പോയിക്കോ. അല്ല, മോളുടെ അടുത്ത പരിപാടി എന്താ? കുറച്ച് പർച്ചേസോട് ബാക്കിയുണ്ട് മനുവേട്ട, എന്നാൽ മോളുടെ പർച്ചേസ് ഇറക്കട്ടെ, എന്തിനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ശരി മനുവേട്ട എന്ന് പറഞ്ഞിട്ട് സരിയോ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുക കേട്ടോ. മനോഹർ ആവോ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് നേരെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ മരിയാണെങ്കിൽ നമ്മുടെ മനോഹർ വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ ചുറ്റി അവിടെ നിൽക്കുവാട്ടോ, നല്ല സുന്ദരിയായിട്ട്. മനോഹർ, ഹലോ മേ ഐ കമ്മിങ് മാഡം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മരിയ കമ്മിങ് എന്ന് പറയാണ്. മനോഹർ ഞെട്ടിപ്പോണം, എൻ്റെ അമ്മോ ഈ സാരി നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അതെ, മനോഹർ വാങ്ങി തന്ന സാരിയായത്, എനിക്ക് ഇപ്പം തന്നെ എടുക്കണമെന്ന് വല്ലാത്ത നിർബന്ധമായിരുന്നു. ഈ സാരി എടുത്തപ്പോഴേ ഇത്രയും ഭംഗിയുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നീ എടുത്തപ്പോൾ ഭംഗി കൂടി സാരിയുടെ. അതെനിക്ക് ഇഷ്ടമായി ഈ സാരി നന്നായിട്ട്. പക്ഷേ എനിക്കും ആകെ ഒരു വിഷമേ ഉള്ളൂ, നിനക്ക് നിൻ്റെ ശരീരത്തിന് യോജിച്ച ഡ്രസ്സ് എടുത്തരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. നീ എപ്പോൾ പോയാലും പെട്ടെന്ന് അവിടെ നിന്നൊക്കെ മുങ്ങും എന്ന് പറയുമ്പോൾ മനോഹർ പറയണ്ട, എൻ്റെ മോളു ഇവിടുന്ന് പോകുന്നവരെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറയണം. എന്തായാലും ഈ സാരി നീ സുന്ദരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഓണം, വിഷു അങ്ങനത്തെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നീ സാരി എടുത്താൽ മതി കേട്ടോ. അത് അത്രയേ ഉള്ളൂടാ. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാനിനി വില കൊടുക്കും. നീ പറയണ പോലെ ഞാനിനി അണിഞ്ഞൊരുങ്ങോളൂ എന്ന് മരിയ പറയാണ്. ശേഷം മരിയനെ ചേർത്ത് പിടിക്കുകയാണ് മനോഹർ.
എന്നിട്ട് അവിടെയുള്ളൊരു കണ്ണാടി നോക്കിയിട്ട് മനോഹറും മരിയ അങ്ങനെ നിൽക്കുമ്പോൾ മരിയ പറയണ്ടേ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ എടാ എന്ന് പറയുമ്പോഴേക്കും മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് അതേടി നീ മാത്രമല്ല ഞാൻ കല്യാണം കഴിച്ച എല്ലാ പെണ്ണുങ്ങളും ഞാനും തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു ഞാൻ പോയി കഴിയുമ്പോഴേ ചേർച്ചക്കുറവ് എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്താ നീ ആലോചിക്കണത് ഒന്നുമില്ല നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ആലോചിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാണ് അങ്ങനെ മരീനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കാട്ടോ മനോഹർ പിന്നീട് കാണിക്കുന്ന സരിയൂനെയാണ് സരിയു വണ്ടി എടുത്ത് നേരെ പോകുന്നത് ഇരുമ്പുണ്ടാക്കണ കടയിലേക്കാട്ടോ അവിടെ പോയത് സരിയോട് ആ കടയിലെ ചേട്ടൻ ചോദിക്കണ്ടേ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു ഇരുമ്പിൻ്റെ ഒരു തടി വേണം എന്ന് അതായത് ഇരുമ്പിൻ്റെ ഒരു റോള് വേണമെന്ന് പറയാണ് എന്താവശ്യത്തിലാണ് മേഡം ചോദിക്കുമ്പോൾ അതെ അവിടെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ സരി അവിടെ നിന്ന് ഒരു നല്ല വലിയൊരു ഇരുമ്പിൻ്റെ ഒലക്ക തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ റോളിന് എത്രയാണ് വില എന്ന് ചോദിക്കുമ്പോൾ അത് മേഡം എടുത്തോ എന്ന് ആ കടക്കാരൻ പറയാണ് അങ്ങനെ സരിയു ആ ഇരുമ്പൊലക്കയായിട്ടൊക്കെ വീട്ടിലേക്ക് വരും കേട്ടോ ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അത് പൊതിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഷാരി ചോദിക്കണ്ട ആ മോളെത്തിയോ മോളെ കാത്തുനിന്ന് ഞാൻ ഡൈനിങ് ടേബിളിൽ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ നിങ്ങൾ ഫുഡ് അടിച്ച് മലർന്ന് കിടന്ന് ഉറങ്ങുവാണോ മോളില്ലാതെ ഞാൻ ഫുഡ് കഴിക്കുമോ അല്ല മോളുടെ കയ്യിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല അല്ല മോളെ ഈ കയ്യിൽ എന്താ അത് വലിയൊരു ഇരുമ്പൊലക്കയോ എന്തിന് അതെ അപ്പുറത്തുള്ളവർ കേസ് കൊടുത്തോന്നോ എന്തിന് അല്ല എൻ്റെ അമ്മ അപ്പുറത്തുള്ള സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ എനിക്കൊരു അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞത് അവർ ചിലപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കും സ്വന്തം മകളെ വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേസ് കൊടുത്തെങ്കിൽ അവരുടെ തലടിച്ച് പൊട്ടിക്കാനാ ഇത് അയ്യോ മോളെ അങ്ങനെ കേസൊക്കെ കൊടുക്കുമോ മോള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ ഒരു അമ്മയല്ലേ ഒരു സ്ത്രീയല്ലേ അപ്പോൾ അതുകൊണ്ട് മോൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊക്കെ ഉണ്ടാവില്ലേ അഭിപ്രായമൊക്കെ ഉണ്ടാവും പക്ഷേ അതിനേക്കാൾ നല്ല വക്കീലിനെ വെച്ച് അവർ കേസ് കൊടുത്താൽ നമ്മളെന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ മോളെ അപ്പോഴേ നമുക്ക് നല്ല വക്കീലിനെ വെക്കാൻ പറ്റില്ല അവരുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട് അവർ ആ പൈസ എറിഞ്ഞ് നല്ല വക്കീലിനെ വെക്കും എന്നിട്ട് എന്നെ അവർക്ക് ചിലപ്പം നേടിക്കൊടുത്തിരിക്കും ആ കിരണും ആ കല്യാണി എന്ന് പറഞ്ഞവൻ കല്യാണി എന്ന് പറഞ്ഞവൾ കേട്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഇതിൽ വന്നാലേ അവരുടെ തലക്കടിക്കാൻ ഈ ഒരുമ്പലക്ക എന്ന് പറയാണ് ശേഷം സരിയു മുകളിലേക്ക് കയറി പോകുമ്പോൾ ഷാരു മോളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് വരത്തെ പേടി തോന്നുന്നു നിങ്ങളെന്തിനാ പേടിക്കണത് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് സരിയു മുകളിലേക്ക് കയറി പോകാട്ടോ ഷാരിക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ് ഷാരി അവിടെ നേരെ പോകുന്നത് രാഹുലെ കാണാൻ വേണ്ടി ജയിലിലേക്കാണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഷാരിനെ കാണുമ്പോൾ ചോദിക്കേണ്ട എന്താ ഷാരി വിശേഷങ്ങളേ ഉള്ളൂ നമ്മുടെ മകൾക്ക് മാനസിക നില തെറ്റിയ പോലെ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യാണ് അവൾ എന്തെങ്കിലും അറിഞ്ഞോ ആ മനോഹറിനെ കുറിച്ച് എനിക്കത് അറിയില്ല എന്തൊക്കെയോ അറിഞ്ഞ പോലെയൊക്കെ ഉണ്ട് ഇന്നലെ അവൾ വന്നപ്പോഴേ കയ്യിൽ വലിയൊരു ഇരുമ്പൊലൊക്കെ ആയിട്ടാണ് വന്നത് എന്നിട്ട് ഇരുമ്പൊലൊക്കെ കൊണ്ടുവന്ന കാര്യം മനോഹറിനോട് പറയണ്ടെന്ന് പറയുകയും ചെയ്തു എന്ന് പറയാണ് നമ്മുടെ മോളെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം അവളുടെ മാനസിക നില തെറ്റാൻകാരൻ അവർ ആ കിരണും കല്യാണിയാക്ക അവളുടെ മാനസിക നില എങ്ങനെ തെറ്റാതിരിക്കും സ്വന്തം അമ്മ എന്ന് വിചാരിച്ച സ്ത്രീ അവളുടെ അമ്മയല്ലാതെ പോയല്ലോ പിന്നെ കോടതിയിൽ അവൾ അത്രമാത്രം അപമാനിക്കപ്പെട്ടു അതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് ഇത്ര വിഷമവും ബുദ്ധിമുട്ടൊക്കെ എന്ന് രാഹുൽ പറയുമ്പോഴേക്കും ഷാരി പറയണ്ടേ എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റൊരുത്തന എന്ന് ഷാരി പറയാട്ടോ അങ്ങനെ സരി ആ ഇരുമ്പൊലൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോവാണ് റൂമിൻ്റെ ഒരു മൂലക്ക് ഇരുമ്പൊലൊക്കെ മാറ്റി വെക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ പറയാണ് മനോഹറെ നിന്റെ തല നിന്നെ അടിച്ചു പൊട്ടിക്കോടാ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നീ തകർത്തയല്ലേ ഇനി നീ ജീവിക്കേണ്ട എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ നിന്നെ അങ്ങ് പരലോകത്തേക്ക് അയക്കും എന്ന് സരി മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ